ബംഗാളിൽ നമ്മൾ കണ്ടതാണ് TMCയുടെ വിദ്യാർത്ഥി സംഘടനയുണ്ട്. അവിടുത്തെ ഒരു ഹോസ്റ്റൽ പരിശോധിക്കുമ്പോൾ പൂത്തുപോയ അല്ലെങ്കിൽ ചെതലരിച്ച പണക്കെട്ടുകളാണ് കിട്ടുന്നത്. അതും ലക്ഷങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബംഗാളിൽ? മമത ദീദി എന്നാണ് പറയുന്നത്. യാതൊരു മമതയും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരെന്ന് തന്നെ പറയണം. ഞാൻ മഹിളാ മോർച്ചയുടെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇപ്പോൾ മന്ത്രിയൊക്കെ ആയിട്ടുള്ള അഗ്നിമിത്ര പോൾ എന്ന് പറഞ്ഞ MLA ആയിരുന്നു. ബംഗാൾ ഘടകം BJPയുടെ പ്രസിഡൻറ്റ്. അഗ്നിമിത്ര പോൾജിയായിട്ട് ധാരാളം പ്രാവശ്യം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകളെയൊക്കെ എങ്ങനെ ദ്രോഹിക്കണം എന്നുള്ളതിൽ ഒരു PhD എടുത്തൊരു സ്ത്രീയാണ്. എനിക്ക് മമത എന്ന് പറയാൻ ഇഷ്ടമല്ല. മിസ്സസ് എന്ന് പറയാൻ പറ്റില്ല, ഷീ ഈസ് നോട്ട് മാരീഡ്. എന്താണ് ശ്രീമതി ബാനർജി എന്ന് പറയണം കേട്ടോ. അവരത്രയ്ക്കൊരു ക്രൂവലായിട്ടൊരു പേഴ്സണാലിറ്റിയാണ്. അതിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് സംഘടനയ്ക്കും മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ആവശ്യമുണ്ട്. കുട്ടി സംഘടനകൾ പൈസ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മമത കൊടുത്ത പൈസയായിരിക്കാം അവരവിടെ സൂക്ഷിച്ചു വെച്ചു. അവരുടെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവരത് അവിടെ തന്നെ മറന്നു വെച്ചിട്ട് പോയി. അല്ലെങ്കിൽ അവർക്കത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. മമതയുടെ ബ്ലാക്ക് മണി വെളുപ്പിക്കാനായിട്ട് കുട്ടികളെ ഏൽപ്പിച്ചതാണെന്നും വരാം. അവർക്ക് ആഹാരം കഴിക്കുക, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുക, വിദ്യാഭ്യാസ ആവശ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ബംഗാളിലേക്ക് പോകുന്ന കാര്യം എന്തിനാണ്? ഈ കേരളത്തിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമുക്ക് വളരെ റീസെൻ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് അഭിമന്യു. കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ ആദരിക്കൊക്കെ അഭിമന്യു ചേട്ടൻ എന്ന് പറയാം. കുറച്ച് വയസ്സ് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അഭിമന്യുവിനെ വിറ്റ് കാശാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയൂ. ശരിക്കും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ വിറ്റ് കാശാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയൂ. SFI ആണ് ഉദ്ദേശിച്ചത്. SFI ആണ് ഉദ്ദേശിച്ചതല്ല, അത് തന്നെയാണ് സത്യം. അദ്ദേഹത്തിന് ബക്കറ്റ് പിരിവായിരുന്നു. ഇവർക്കൊന്നും റെസീറ്റ് ബുക്കില്ല കേട്ടോ. റെസീറ്റ് ബുക്കില്ല, കൂപ്പണില്ല, ഒന്നുമില്ല. ഒരു ബക്കറ്റും കൊണ്ട് നടക്കുക. ആ ബക്കറ്റിൽ നിന്ന് കുറേ കാശെടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കും, കുറേ കാശെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. വൈകുന്നേരം കൊണ്ട് ഇത്തിരി കാശ് അങ്ങോട്ട് കാണിച്ചും കൊടുക്കും. 35 ലക്ഷം രൂപയാണ് അഭിമന്യുവിൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ട് 3.5 കോടിയിലധികം കളക്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. കല്ലൂര് അഭിമന്യുവിൻ്റെ പേരിലൊരു വലിയ കെട്ടിടമുണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോയിൽ പറയുണ്ടായിരുന്നു, മന്ത്രി രാഘവൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ ചെന്ന സമയത്ത് ഒരു വലിയ ഫയറിംഗ് ഉണ്ടായി. അതിൽ കുറേ പേര് മരിച്ചു. അവരുടെ എല്ലാവരുടെയും കുടുംബത്തിന് 30 ലക്ഷം രൂപ വീതം കൊടുക്കാനായിട്ട് തീരുമാനമായി. ബക്കറ്റ് പിരിവ് നടത്തി കളക്ട് ചെയ്തു. 15 ലക്ഷമേ കുടുംബത്തിന് കൊടുത്തിട്ടുള്ളൂ. ആ സമയത്ത് 15 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.5 കോടിയുടെ വിലയുണ്ട്. ബാക്കി 1.5 കോടി എവിടെ പോയി? അതിന് തന്നെയാണല്ലോ ഈ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത്, രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞത്. രക്തസാക്ഷി ഫണ്ടുകൾ വരുന്നു, കളക്ട് ചെയ്യുന്നു. ജനങ്ങൾ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിനെ അറിയാവുന്നവരും പാർട്ടി വ്യത്യാസമെന്നെ ജനങ്ങളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി സംഭാവന കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവർ ടെററൈസ് ചെയ്ത് മേടിക്കുന്നു പൈസ. എന്നിട്ടത് എങ്ങോട്ടേക്ക് പോകുന്നു? ഇവരുടെയൊക്കെ വീടുകളിലേക്കും ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഇവരുടെയൊക്കെ സുഖജീവിതത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇലക്ഷൻ അവർ ഭരണത്തിലിരിക്കാത്ത സമയത്ത് ഇവർക്ക് പാർട്ടി പ്രവർത്തനം നടത്തണം, ആൾക്കാരെ ടെററൈസ് ചെയ്യണം, അതിലേക്ക് വേണ്ടി ഇവർ മാറ്റിവെക്കുന്നു. അതിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മമതയുടെ കാര്യം പറഞ്ഞു. മമതയുടെ കുട്ടി സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച അവർ കാത്തുവെച്ച പൈസ ചിതലരിച്ച നിലയിൽ ഹോസ്റ്റൽ റൂമിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞു. ഒരു മുറിയിൽ നിന്നാണ് കണ്ടെടുത്തത്. എത്രയോ പേരുടെ കയ്യിൽ ഈ പൈസ ഉണ്ടായിട്ടുണ്ടാവും. കോടിക്കണക്കിന് കണക്കിൽപ്പെടാത്ത തുകയാണ് വന്നിട്ടുള്ളത്. ഈ ഇടയ്ക്ക് കണ്ട മറ്റൊരു ന്യൂസിൽ മമതയുടെ കൂടെ തൃണമൂൽ കോൺഗ്രസ്സിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താഴ്വശങ്ങൾ കാണിച്ചു തരികയുണ്ടായി. അതായത് നിലവറ പോലെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതിൽ കാണിക്കുന്നത് രാജകൊട്ടാരം. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുകയാണെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് കർഷകർക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു സംഘടനയാണ്. അങ്ങനെയാണല്ലോ അവർക്ക് 35 വർഷത്തെ CPMൻ്റെ ഭരണത്തെ ഒറ്റ തവണ കൊണ്ട് മാറ്റിമറിച്ച് അധികാരത്തിലെത്താൻ പറ്റിയത്. കർഷകരെവിടെ പോയി? കർഷകരിങ്ങനെയാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? അത് കാണുകയാണെങ്കിൽ ഹിറ്റ്ലർ പോലും അസൂയപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏകാധിപതികൾ പോലും അത്ഭുതപ്പെട്ടു, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറവിൽ അവർക്കും നന്നോളം ജീവിക്കണം, അവർക്കും പൈസ വേണം. എന്തിനും മൂലാധാരം പൈസയാണ് അല്ലേ? ഈ വായുവിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും പൈസ കൊടുക്കണം. വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യം, വെള്ളം, വസ്ത്രം, താമസം, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഇപ്പൊ പൊളിറ്റിക്സില് ഫണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുമ്പോൾ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഈ വിദ്യാർത്ഥി സംഘടനകളെ ഒരു കറപ്ഷനുള്ള ടൂളായിട്ട് മാറ്റുന്ന ഒരു പ്രവണത.
അല്ല, അതല്ലേ നമുക്കിവിടെ അവരങ്ങനെയാണ് കാണുന്നത്. പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. അവര് പൈസയുടെ സൗകര്യങ്ങൾ ആസ്വദിച്ച് വരുന്നത് കൊണ്ടാണ് അവര് എന്താണ് യുവജന സംഘടനയിലേക്കും പാർട്ടികളിലേക്കും പോകുന്നത്. അല്ലാണ്ട് ചെറുപ്പത്തിൽ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സാധാരണ കുട്ടികളെ പോലെ വീട്ടുകാർ കൊടുക്കുന്ന സൗകര്യത്തിൽ ജീവിച്ചു വരികയാണെങ്കിൽ ആരും തന്നെ യുവജന വിഭാഗങ്ങളിലേക്ക് പോവുകയില്ല. ഒന്ന് അതിര സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മുമ്പിലൊന്ന് പോയി നിന്നു നോക്കൂ. അപ്പം കാണാം മഹാരാജാസിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോ തുണ്ട് കടലാസമായിട്ട് തുണ്ടില്ലാണ്ടൊക്കെ വന്ന് നിന്ന് ഓരോ രക്തസാക്ഷികളെ അല്ലെങ്കിൽ കാരണം ഉണ്ടാക്കിയിട്ട് പൈസ തെണ്ടുന്നത് കാണാം. ഇവർ തെണ്ടാൻ പഠിപ്പിക്കുകയാണോ? ഇത് അറിഞ്ഞിട്ടാണോ അച്ഛനമ്മമാർ നഗരങ്ങളിലെ വലിയ വലിയ കലാലയങ്ങളിലേക്ക് അയക്കുന്നത്? ഒരു തവണ പറയാണ്, അഭിമന്യു എന്ന് കേട്ട് എനിക്ക് വയ്യാണ്ട് ഞാൻ കംപ്ലൈൻറ്റ് വരെ ചെയ്തു പ്രിൻസിപ്പലിനെ. അഭിമന്യു എപ്പോഴോ പോയി. ഇവർ തന്നെ പറയുന്നു ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ സമ്മതിക്കാറില്ല എന്ന്. പിന്നെ എന്തിനാണ് അഭിമന്യുവിനെ കുറിച്ച് ആലോചിക്കുന്നത്? അഭിമന്യുവിൻ്റെ ആണ്ടിന് ഇവർ കാണിക്കുന്ന പേക്കൂത്തുകൾ കാണണം നമ്മൾ. ശരിക്കും പേക്കൂത്തുകളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ സ്റ്റേജിൽ കിടന്ന് കാണിക്കണണ്ട ദൈവമേ, അഭിമന്യു ശവകുടീരത്തിൽ കിടന്ന് എനിക്ക് വേണ്ടി ഈ വൃത്തികേട് കാണിക്കല്ലേ എന്ന് പറഞ്ഞു പോകും കേട്ടോ. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തു? SC ST വിഭാഗത്തിൽപ്പെട്ട അഭിമന്യു ഒരു ആദിവാസി ഇതിൽ നിന്ന് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണല്ലോ. ആ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഗവൺമെൻറ് തന്നെ അതിനുവേണ്ടി ഒരു മന്ത്രിയെ വരെ വച്ചിരിക്കുന്നു. പിന്നെ ഈ കുട്ടികൾ പിരിവെടുത്ത് പഠിപ്പിക്കണോ? ആ മന്ത്രിക്ക് എന്താണ് പിന്നെ തൊഴിൽ? അല്ലെങ്കിൽ ആ മന്ത്രി കാര്യാലയത്തിന് എന്താണ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത്? ഈ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ സക്രിയമായി ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കുട്ടികളെയും വച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പണപ്പിരിവ് നടത്തുക. ഒന്നുകയില്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി ഈ ചെതലരിച്ച നോട്ടുകളെന്ന് പറയുന്നത് ഈ കുട്ടികൾ തന്നെ കളക്ട് ചെയ്തതായിരിക്കാം. മമതയുടെയോ തൃണമൂലിൻ്റെയോ ഉയർന്ന നേതാക്കന്മാർ അറിയാണ്ട് അവർ കളക്ട് ചെയ്തിട്ട് അവർ ഒളിപ്പിച്ച് വെച്ചതായിരിക്കാം. അവർ പോകുന്ന സാഹചര്യത്തിൽ കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പോകുന്ന സാഹചര്യത്തിൽ അവർക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എങ്ങനെ പുറത്തേക്ക് എടുക്കുമെന്നും പറഞ്ഞ് അത് അവിടെ തന്നെ ഇരുന്ന് പോയതായിരിക്കും. നമ്മളതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിൽ കൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്തായാലും പുറകെ അത് പുറത്തേക്ക് ഏത് വരും. കാലഘട്ടത്തിലാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിതലരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 6-7 കൊല്ലം ഉണ്ടാവണം അതിൻ്റെ ഒരു. ഇപ്പം മമത അധികാരത്തിൽ വന്നിട്ട് അത്ര വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിനിടയിലുള്ള കാലഘട്ടത്തിലായിരിക്കും ഇവരിത്ര പ്രതാപിയായിട്ടും അവിടുത്തെ സർവാധികാരിയായിട്ടും വന്നതിന് ശേഷമായിരിക്കും ഈ കുട്ടികൾ ഈ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാകുക. എന്തൊക്കെയായാലും ആരാണ് ആ മുറിയിൽ താമസിച്ചിരുന്നത്, ആരൊക്കെ അവിടുത്തെ നിത്യസന്ദർശകരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ബാധ്യത കൂടെ ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന BJP സർക്കാരിനുണ്ട്. പല കാര്യങ്ങളും ബംഗാളിൽ നടക്കുന്ന ഇതിപ്പോൾ ഒരു പൈസയുടെ കാര്യമാണ്. പക്ഷേ ബംഗാളിൽ ധാരാളം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, പുരുഷന്മാരെ കൊന്നിട്ടുണ്ട്, കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ജീവിതം ഇല്ലാതായിപ്പോയ കുറേ പേരുടെ ഒരു വലിയ ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് BJP സർക്കാർ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഊർജ്ജസ്വലമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ രൂപകൾ എവിടുന്ന് കളക്ട് ചെയ്തു, ആരുടെ അനുവാദത്തോടെ കളക്ട് ചെയ്തു, ഇതിന് തെളിവുണ്ടോ, എന്തിനു വേണ്ടി കളക്ട് ചെയ്തു, ഇവർ റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുവേന്ദു സർക്കാർ തീർച്ചയായും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇതിപ്പോൾ ഒരു ഹോസ്റ്റലിലെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ JNU എന്നൊക്കെ പറയുകയാണെങ്കിൽ CPMൻ്റെ കോട്ടയാണ്, അവിടെ ആർക്കും കയറാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ പല യൂണിവേഴ്സിറ്റികളും ക്യാമ്പസുകളും ഇവരുടെ സ്വന്തം എന്താ പറയുക ടെറിട്ടറി ആയിട്ട് വച്ചിട്ടുണ്ടാവും. ആ ടെറിട്ടറികളിൽ ഈ കോളേജ് മാത്രമല്ല തൃണമൂലിൻ്റെ കുട്ടികളുണ്ടായിരുന്ന എല്ലാ കോളേജുകളിലും ഏറ്റവും നല്ല നിലയിൽ ആ കുട്ടികളെ ടെററൈസ് ചെയ്യാണ്ട് ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ കൂടെ പഠിക്കുന്നതാണ്. പക്ഷേ ഈ കോളേജ് ഹോസ്റ്റലിലൊക്കെ വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തണം. എന്തൊക്കെയാണ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചത്? ഇപ്പോൾ രൂപ നമുക്ക് ഓക്കെ, രൂപയാണ്, പക്ഷേ കറൻസി പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളുടെ നിയമങ്ങൾ പറയുന്നത്. അതിന് അതിൻ്റേതായ ഒരു വിലയുണ്ട് അല്ലേ? അതിങ്ങനെ ചെതലരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നിയമഘടനാപരമായി നല്ലൊരു കാര്യമല്ല. ഈ വിദ്യാർത്ഥി സംഘടനകളുടെ മേൽനോട്ടത്തിൽ ഇതിനു മുമ്പ് കണ്ട ഒരു വാർത്തയാണ്. മാം ആ ഒരു കാശ് പിരിവിനെ പറ്റി പറഞ്ഞപ്പോഴാണ് രാവിലെ ചെന്ന് അതിനുശേഷം ഇന്ന് ഇതിനെപ്പറ്റി പിരിക്കാമെന്നുള്ള രീതിയിൽ ഒരു ബോക്സുമായി ഇറങ്ങുന്നു. പണപ്പിരിവ് ശക്തമായി നടത്തുന്നു. പണപ്പിരിവ് അല്ലെങ്കിൽ പണപ്പിരിവിന് സഹകരിക്കാത്ത കുട്ടികളെ റാഗിങ് ചെയ്യുന്നു. ഇതിനു മുൻപ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. അതോടൊപ്പം തന്നെ ഈ ഒരു പടം അല്ലെങ്കിൽ സംഘടനയിലേക്ക് വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ സംഘടനയുടെ ആശയവും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട് അറിഞ്ഞു അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ആചാര്യന്മാരെ കണ്ടുപഠിച്ചും ഒക്കെ വരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഫണ്ട് സമാഹരിക്കാം അല്ലെങ്കിൽ നമ്മുടെ
സംഘടനയിൽ ഇത്രയധികം ഫണ്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ സുഖമായിരിക്കും. ഇനിയിപ്പം ഇവിടത്തെയൊക്കെ പല യുവ നേതാക്കളെയൊക്കെ നോക്കുകയാണെങ്കിൽ പഠിച്ചില്ലെങ്കിലും ജയിക്കാനും പറ്റും, സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ ഈ ഒരു സംഘടനയിലേക്ക് വന്നാൽ പേരും ജീവിതം പെരുമയും കിട്ടും, സെറ്റിൽ പേപ്പറിൽ അല്ലേ? പടം വരും. അപ്പം ഞാൻ ഈ കുട്ടികളോടൊക്കെ ചോദിക്കാം, അച്ഛനും അമ്മയും അറിഞ്ഞിട്ടാണോ മോളിങ്ങനെ നടക്കുന്നത്? അച്ഛൻ്റെ അമ്മയുടെയും വിചാരം എന്താ? നിങ്ങളിപ്പോൾ ഹോസ്റ്റൽ റൂമിലിരുന്ന് പഠിക്കുന്നു എന്നാണ് അച്ഛനും അമ്മയുടെയും വിചാരം. നിങ്ങളിങ്ങനെ ഓരോ സ്ഥാപനങ്ങളുടെയും മുമ്പിൽ തെണ്ടാൻ നിൽക്കുകയാണെന്ന് അവരറിയുന്നില്ല. അവർക്കത് ആക്സെപ്റ്റബിൾ ആണോ എന്നറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൈസ നിങ്ങൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? സ്വയമായിട്ട് പുട്ടടിക്കാൻ എടുക്കുന്നതാണോ? അച്ഛനും അമ്മയും കൊടുക്കുന്ന 1000 രൂപയ്ക്ക് പകരം ഇവർക്ക് 10,000-3000 രൂപ ഒരു ആഴ്ചയിൽ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അവർക്ക് ആർമാദിച്ച് ജീവിക്കാം? അച്ഛനും അമ്മയും അത് അറിയുന്നുമില്ല. പക്ഷേ ഈ കുട്ടി കുരങ്ങന്മാർക്ക് ചുടുചോറ് വാരാൻ കൊടുക്കുന്ന പോലെയാണ്. ഒരു സമയത്ത് അവർ പ്രതികരിച്ചു പോവും. നിഷ്ക്രിയമായ ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നതെന്നും കൂടെ പറയണം. കാരണം ഫ്രീ ആയിട്ട് പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ ടെററൈസ് ചെയ്യുക. പലർക്കും പേടിയാണ്. ഞാൻ പറയും എന്തിനാ കൊടുക്കണേന്നൊക്കെ ഞാൻ ചോദിക്കും. വേറെ അല്ല, വേണ്ട SFI അല്ലേ എന്ന് പറയും. ടെററൈസ് ചെയ്തിട്ടാണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്നത്. ഈ കൽക്കട്ട കോളേജിൽ കണ്ടതുപോലെ ടെററൈസ് ചെയ്തുണ്ടാക്കിയ പൈസയായിരിക്കും. ചിലപ്പോൾ മമത പോലും അത് അംഗീകരിക്കുന്നുണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. പോലീസിൻ്റെ ലുക്കൗട്ടിൽ പെട്ട വിദ്യാർത്ഥികളായിരിക്കാം അവിടെ താമസിച്ചിട്ടുണ്ടാകുക. അവർ വേറെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ മുറിയിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതായിരിക്കാം. അവിടെ താമസിച്ച വ്യക്തി പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വരാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളുടെ ചിന്തകൾ നമ്മൾ മുളയിലേ നുള്ളേണ്ടതുണ്ട്. നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഭാവിയുള്ള ഒരു യുവതലമുറയാണ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് പൈസ കിട്ടി ജീവിക്കുന്ന യുവതലമുറയെ കൊണ്ട് ഒരു സംസ്ഥാനത്തിനും ഒരു മേൽഗതിയും ഉണ്ടാകുകയില്ല എന്നുകൂടെ നമ്മൾ ഓർക്കണം. പുറത്ത് പഠിക്കാൻ താമസിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ വ്യക്തമായിട്ട് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അവരെന്ത് വസ്ത്രം ധരിക്കുന്നു, ആ വസ്ത്രം ധരിക്കാനുള്ള പാങ് അവർക്കുണ്ടോ? ഞാൻ കൊടുക്കുന്ന പൈസ കൊണ്ട് അവർക്ക് അങ്ങനെ പറ്റുമോ? അവരെന്ത് ആഹാരം കഴിക്കുന്നു? ഇപ്പോൾ പലതരത്തിൽ മാക്ഡൊണാൾഡ്സ് അത് ഇതൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് രൂപ വരും. അതൊക്കെ കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കുന്ന പോക്കറ്റ് മണിയിലുണ്ടോ എന്നുകൂടെ അച്ഛനമ്മമാർ ആലോചിക്കണം. പെട്ടെന്നൊരു ദിവസം മകനൊരു വലിയ സ്കൂട്ടറോ അല്ലെങ്കിൽ ബൈക്കായിട്ട് വരുന്നു. അതൊന്നോ എൻ്റെ മകന് ഇത് കിട്ടിയെന്നും പറഞ്ഞ് അടുത്ത വീട്ടുകാരോടൊക്കെ വലിയ വിശേഷം പറയാൻ പോകാണ്ട്, മോനെ നിനക്കിതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി എന്ന് നോക്കണം. കുട്ടികൾ പറയുന്നത് വിശ്വസിക്കാണ്ട് അവരുടെ ഡിഗ്രി അവരുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. എങ്കിൽ മാത്രമേ സ്വന്തം മകനും മോളും വേറൊരു ജില്ലയിലോ വേറൊരു സംസ്ഥാനത്തോ ചെന്നിട്ട് എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോകും. ഇപ്പം നേരത്തെ ആതിര പറഞ്ഞതുപോലെ അവർക്ക് മാർക്ക് ഫ്രീ ആണ്, അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫ്രീ ആണ്, അവർക്ക് എന്താണ് നമ്മളുടെ ഒരു യുവജന കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, ചിന്താ ജെറോമിനെ പോലെ PhD ഒക്കെ ചുളുവിന് കിട്ടും. പക്ഷെ അല്ലാത്ത സാധാരണക്കാരായ കുട്ടികളുടെ ഭാവിയാണ് ഇരുട്ടിലാകാൻ പോകുന്നത്. ബംഗാളിലെ കാര്യം സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ കൃത്യമായും നിശ്ചയമായും അതിന് പീരിയോഡിക്കലായിട്ടുള്ളൊരു ചെക്കപ്പ് ഉണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഒരു കൊല്ലത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമുണ്ടാവും.